ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കൂൺ റോസ്റ്റാണ്. ഇപ്പോൾ ഇതെൻ്റെ വീട്ടിലുണ്ടായ കൂണാണ്. ഈ കൂണിൻ്റെ പേര് അരിക്കൂൺ എന്നാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇതുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കൂൺ റോസ്റ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഗ്യാസ് ഓൺ ചെയ്ത് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 5 സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ നമുക്ക് നന്നായിട്ട് ചൂടായി വരുമ്പം 1/2 സ്പൂൺ കടുകിടാം. കടുക് പൊട്ടി തുടങ്ങുമ്പം ഇനി നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. 2 സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, മീഡിയം സൈസിലുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി 2 സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് 2 അരിഞ്ഞതിടാം. പിന്നെ അല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മിക്സെല്ലാം നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നവരെ ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം എടുക്കും. അപ്പോൾ സാവകാശം നമുക്ക് മീഡിയത്തിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോളയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യമായ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം. ഇനി മല്ലിപ്പൊടി 1/2 സ്പൂൺ ഇടാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ പെരിഞ്ചീരകവും കുരുമുളകും ചേർത്ത് ഒരുമിച്ച് പൊടിച്ചത് 2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒരെണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂൺ ഇടാം. കൂണിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂൺ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ കൂണിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം എല്ലാം വറ്റുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാം. കൂണിലെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. കൂൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പാത്രത്തോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.